എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 15-ാമത്തെ സർഗത്തിൽ 19 മുതൽ 27-ാമത്തെ ശ്ലോകം വരെ നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദേവന്മാരൊക്കെ പുത്രകാമേഷ്ടി യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടെ ബ്രഹ്മാവ് വന്നു, ഭഗവാൻ മഹാവിഷ്ണു വന്നു. പിന്നെ എന്തൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ചതെന്നുള്ളതാണ്. ദേവന്മാർ തങ്ങളുടെ ദുഃഖങ്ങൾ മുഴുവനും ഭഗവാനോട് പറയാണ്. അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറയണത്. ആദ്യം 19-ാമത്തെ ശ്ലോകം നോക്കാം. ത്വാം നിയോക്ഷ്യാമഹേ വിഷ്ണോ ലോകാനാം ഹിതകാമ്യയാ രാജ്ഞോ ദശരഥസ്യ ത്വമയോധ്യാധിപതേ വിഭോ. ഭഗവാനെ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ശരണമായിട്ടുള്ളൂ. ഞങ്ങളെ വന്ന് അങ്ങ് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പറയണത്? ലോകാനാം ഹിതകാമ്യയ, ഹേ വിഷ്ണു, അല്ലയോ ഭഗവാനെ മഹാവിഷ്ണു, ലോകാനാം ഹിതകാമ്യയ, ലോകത്തിൻ്റെ ഹിതത്തിനായിക്കൊണ്ട്, ലോകം വളരെ ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് എപ്പോഴും സന്നദ്ധനാണല്ലോ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒന്നുകൂടി ഞങ്ങൾ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ലോകാനാം ഹിതകാമ്യയ ത്വാം നിയോക്ഷ്യാമഹേ, അങ്ങയെ ഞങ്ങൾ ഒന്നുകൂടിയും പ്രാർത്ഥിച്ചിട്ട് ലോകത്തിലേക്ക് വരുത്തുകയാണ്. അങ്ങ് വൈകുണ്ഠത്തിലിരുന്ന് അരുളിയാൽ പോരാ, ഈ ഭൂമി ലോകത്തിലേക്ക് ഈ രാവണൻ്റെ ആക്രമണങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞു വരണത്. അതിനൊക്കെ ആയിട്ട് ഭഗവാനെ അങ്ങ് ഒന്നുകൂടിയും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ഭൂമിയിൽ അവതരിക്കണം. രക്ഷിക്കാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കേവലം ഭൂമിയിലുള്ള ആൾക്കാർ മാത്രമൊന്നുമല്ല, ദേവന്മാരും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ചെന്നിട്ട് ഈ ഇന്ദ്രനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ രാവണൻ. അപ്പോൾ രക്ഷിക്കുക എന്ന് പറയണത് ലോകത്തിനെ മുഴുവനുമായിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഒന്നുകൂടി അവതരിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് വരേണ്ടത്? രാജ്ഞോ ദശരഥസ്യത്വം അയോധ്യാധിപതേ വിഭോ. ഭഗവാനെ, അങ്ങ് ദശരഥൻ്റെ 4 പുത്രന്മാരായിട്ട് വരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് അടുത്ത ശ്ലോകങ്ങളിലേക്ക് കൂടി വ്യാപിച്ചാൽ നിൽക്കുന്നത്. രാജ്ഞോ ദശരഥസ്യത്വം അയോധ്യാധിപതേ വിഭോ. അയോധ്യാധിപതേ രാജ്ഞ ദശരഥസ്യ. അയോധ്യയുടെ അധിപതിയായിട്ടുള്ള രാജാവ് ദശരഥൻ്റെ പുത്രന്മാരായിട്ട് 4 പുത്രന്മാരുണ്ടല്ലോ, ആ പുത്രന്മാരായിട്ട് അങ്ങ് വന്ന് ഭവിക്കണം എന്നാണ് പറയണത്. അടുത്ത ശ്ലോകങ്ങളിൽ 20-ലും 21-ലും ഒക്കെ ദശരഥൻ്റെ വിശേഷണങ്ങളാണ് നമുക്ക് ഈ ശ്ലോകങ്ങൾ ചൊല്ലാം. ധർമ്മജ്ഞസ്യ വദാന്യസ്യ മഹർഷി സമതേജസ അസ്യ ഭാര്യാസു തിസൃഷു ഹ്രീശ്രീകീർത്യുപമാസു ച വിഷ്ണോ പുത്രത്വമാഗച്ഛ കൃത്വാത്മാനം ചതുർവിധം തത്രത്വം മാനുഷോ ഭൂത്വാ പ്രവൃദ്ധം ലോകകണ്ടകം. ഇത് അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പോവാം. എങ്ങനെയുള്ള ആളാണ് ദശരഥനെന്ന് പറഞ്ഞുല്ലോ. അയോധ്യയുടെ അധിപതിയായിട്ടുള്ള, അതുപോലെ ധർമ്മജ്ഞനാണ്. വദാന്യൻ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. അതുപോലെ മഹർഷി സമതേജസ, അതുകൊണ്ട് തന്നെ ഋഷി തുല്യനാണ് ദശരഥൻ. മഹർഷിമാരോട് സമമായ തേജസ്സോടു കൂടിയവനായിട്ടുള്ള ആ ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യമാരുണ്ട്. അസ്യ തിസൃഷു ഭാര്യാസു, 3 ഭാര്യമാരിൽ ആരെ പോലെയൊക്കെയാണ് 3 പേര്? ഹ്രീ, ശ്രീ, കീർത്തി. ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജ, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, കീർത്തി എന്ന് പറഞ്ഞാൽ കീർത്തി തന്നെ, സൽപ്പേര്. ഇത് 3ഉം ഒരു രാജാവിന് ഉണ്ടാവേണ്ടതാണ്. ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്ന് പറയുമ്പോൾ ഒരു വീരനായിട്ടുള്ള ഒരാൾക്കൊരു ലജ്ജ ഉണ്ടാവാൻ പാടുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചീത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ള തോന്നലാണ്. അത് ചെയ്താൽ മോശമാവും എന്നുള്ളൊരു തോന്നലിനെയാണ് അവിടെ ഹ്രീ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം തന്നെയാണ്. ഒരു രാജാവ് ഭരിക്കുമ്പോൾ അവിടെ ഐശ്വര്യം ഉണ്ടാവണം. അതുപോലെ തന്നെ കീർത്തി, സൽപ്പേരും ഉണ്ടാവണം. അപ്പോൾ ഒരു രാജാവിന് എങ്ങനെയാണോ ഹ്രീയും ശ്രീയും കീർത്തിയും ഉണ്ടാവേണ്ടത്, അതുപോലെയാണ് ദശരഥൻ്റെ 3 പത്നിമാർ, കൗസല്യ, കൈകേയി, സുമിത്രമാർ. അവരിൽ ഭഗവാനെ അങ്ങ് എന്ത് ചെയ്യണം? ഹേ വിഷ്ണു പുത്രത്വമാഗച്ഛ, അവരിൽ പുത്രനായിട്ട്, ദശരഥന് ജനിക്കുന്ന പുത്രന്മാരായിട്ട്, ഈ 3 ഭാര്യമാരിൽ ജനിക്കുന്ന പുത്രന്മാരായിട്ട് അങ്ങ് ഭൂമിയിൽ അവതരിക്കണം. അതാണ് പറയണത്. ആത്മാനം ചതുർവിധം കൃത്വാ പുത്രത്വം ആഗച്ഛ.
അവരവരെ തന്നെത്താനെ നാലായി വിഭജിച്ച് 4 മക്കളുണ്ടാവുന്നതാണല്ലോ ആദ്യമേ പറഞ്ഞത്. ഋഷ്യശൃംഗൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സനകാദികളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മുമ്പ് ഒരു സർഗത്തിൽ അത് പറഞ്ഞതാണ്. സുമന്ത്രരെ ദശരഥനോട് പറയണത് ഋഷ്യശൃംഗൻ്റെ അടുത്ത് പോയിട്ട് യാഗം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കഥ അവിടെ പറയുന്നുണ്ട്. 4 പുത്രന്മാരുണ്ടാവും എന്ന് പറയണതായിട്ട് അവിടെ സൂചിപ്പിച്ചു. അപ്പോൾ 3 ഭാര്യമാരിൽ 4 പുത്രന്മാരായിട്ട് 4 രൂപം ധരിച്ചുകൊണ്ട് അങ്ങ് ഭൂമിയിലേക്ക് വരണം. എന്നിട്ട് തത്രത്വം മാനുഷോ ഭൂത്വ, ഭഗവാനെ അങ്ങ് ഒരു മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് പ്രവൃദ്ധം ലോകകണ്ടകം, പ്രവൃദ്ധനായ, അതായത് ദിനം പ്രതി അയാളുടെ ആക്രമണോത്സുകതയൊക്കെ വർദ്ധിച്ചു വരികയാണ്. വൃദ്ധൻ എന്നുള്ള വാക്കിന് വർദ്ധിച്ചവൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സാധാരണ നമ്മൾ വയോവൃദ്ധന്മാരെയാണ് വൃദ്ധൻ എന്ന് പറയാറുള്ളത്. വയസ്സ് വളരെ വർദ്ധിച്ചവർ എന്നുള്ള അർത്ഥത്തിൽ. അല്ലാത്തവരും ഉണ്ട്. ജ്ഞാനവൃദ്ധന്മാരെ, തപോവൃദ്ധന്മാരെ എന്നിങ്ങനെ പലതരത്തിലുള്ള വൃദ്ധന്മാരുണ്ട്. അങ്ങനെ അതായത് ഇവിടെ പ്രവൃദ്ധപദം വർദ്ധിച്ച, അതായത് എല്ലാം കൊണ്ടും ആക്രമണോത്സുകതയാണ് വർദ്ധിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ലോകകണ്ടകം, ലോകത്തിന് തന്നെ മുള്ളായി വർത്തിക്കുന്നവൻ. അതായത് മുള്ളിൻ്റെ സ്വഭാവം എല്ലാവരുടെയും മേലിൽ പോയി തറക്കുക എന്നുള്ളതാണല്ലോ, എല്ലാവരെയും ആക്രമിക്കുക. അങ്ങനെയുള്ള രാവണനെ വധിക്കണം കേട്ടോ എന്നാണ് ആവശ്യപ്പെടുന്നത്. അതാണ് 22ാമത്തെ ശ്ലോകത്തിൽ ഇതിൻ്റെ തുടർച്ചയാണ്. അവധ്യം ദൈവതൈർവിഷ്ണോ സമരേ ജഹി രാവണം. അങ്ങനെയൊക്കെയുള്ള രാവണനെ എന്തു ചെയ്യണം? ദേവതൈഹി അവധ്യം രാവണം. അല്ലയോ വിഷ്ണു ഭഗവാനെ, ദേവന്മാരാൽ വധിക്കപ്പെടാൻ പറ്റാത്തവനായിട്ടുള്ള രാവണനെ സമരേ ജഹി, യുദ്ധത്തിലങ്ങ് വധിക്കുകയും വേണം. അത് ഭഗവാൻ മഹാവിഷ്ണുവിനോട് ദേവന്മാർ ആവശ്യപ്പെടുകയാണ്. മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ചിട്ട് യുദ്ധത്തിൽ രാവണനെ വധിക്കണം. സഹിദേവാൻ സഗന്ധർവാൻ സിദ്ധാംശ്ച ഋഷിസത്തമാൻ രാക്ഷസോ രാവണോ മൂർഖോ വീര്യോദ്രേകേണ ബാധതേ. അങ്ങനെ എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറയണത്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പറയണത് എന്നാണെങ്കിൽ, ആ രാവണനുണ്ടല്ലോ സഹി, അവനാകട്ടെ ദേവാൻ സഗന്ധർവാൻ, ഗന്ധർവന്മാരോട് കൂടിയിട്ടുള്ള ദേവന്മാർ, സിദ്ധന്മാർ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷിമാർ, അവരെയൊക്കെ എന്തു ചെയ്യണു? രാവണോ രാക്ഷസനായിട്ടുള്ള രാവണൻ, രാക്ഷസ രാവണ മൂർഖ, മൂർഖ എന്നുള്ളത് കൊണ്ട് വിഡ്ഢി, പാമരൻ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ഇവിടെ അതല്ല, ഏറ്റവും ആക്രമണോത്സുകതയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. ആ രാക്ഷസൻ എന്തു ചെയ്യണു? വീര്യോദ്രേകേണ ബാധതേ, കഠിനമായിട്ടുള്ള വീര്യം കൊണ്ട് ഇവരെ എല്ലാവരെയും, മനുഷ്യരെയൊക്കെ ബാധിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ദേവന്മാരെയും ഗന്ധർവന്മാരെയും ഋഷിസത്തമന്മാരെയൊക്കെ ബാധിക്കുന്നു, അതായത് ആക്രമിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് എന്തു വേണം? ഋഷയശ്ച തതസ്തേന ഗന്ധർവ അപ്സരസസ്തഥ, ഋഷിമാർ, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ ഇങ്ങനെയുള്ളവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നവരാണ്. എവിടെയാണ് അവർ വസിക്കുന്നത്? അതാണ് 24ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ക്രീഡന്തോ നന്ദനവനേ രൗദ്രേണ വിനിപാതിത വധാർത്ഥം വയമായാതോസ്തസ്യ വൈ മുനിഭിः സഹ. അങ്ങനെ ഋഷിമാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളൊക്കെ നന്ദനവനത്തിൽ സന്തോഷമായിട്ട് സഞ്ചരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് ഋഷിമാരും ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളൊക്കെ തന്നെ. അവരെയൊക്കെ തന്നെ ഈ രാവണൻ എന്തു ചെയ്തു? രൗദ്രേണ വിനിപാതിത, ദേഷ്യത്തോടു കൂടി അവരെ മുഴുവനും ആക്രമിച്ച് വീഴ്ത്തുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറയാണ്. വധാർത്ഥം വയമായാത തസ്യ വൈ മുനിഭിः സഹ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തസ്യ വധാർത്ഥം, ആ രാവണനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതെയാക്കി തരണം, വധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മുനിഭിः സഹ വയം ആയാതാ, മുനിമാരോട് കൂടിയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെയും പറയാണ്. സിദ്ധഗന്ധർവയക്ഷാശ്ച തതസ്ത്വാം ശരണം ഗതാഃ ത്വം ഗതിഃ പരമാദേവ സർവേഷാം നഃ പരന്തപ. എല്ലാവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. ദേവന്മാരും ഋഷിമാരും മാത്രമല്ല, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ എല്ലാവരും തന്നെ ത്വാം ശരണം ഗതാഃ, അങ്ങയെ ഇതാ ശരണം പ്രാപിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഗതിയുള്ളൂ. ത്വം ഗതി പരമാദേവ, അല്ലയോ ദേവ, ത്വം പരമാഗതി, അങ്ങ് ഞങ്ങൾക്ക് പരമമായിട്ടുള്ള ആശ്രയസ്ഥാനമാണ്. ഗതി എന്നുള്ളത് കൊണ്ട് ഇവിടെ ആശ്രയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരമാഗതി, ഗതി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് പരമ എന്നുള്ള വാക്ക് ഇവിടെ സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചത്.
ഞങ്ങൾക്കെല്ലാവർക്കും സർവേഷാം ന പരന്തപ, എല്ലാവർക്കും അങ്ങ് മാത്രമേ ഉള്ളൂ ഗതി. പരന്തപൻ എന്ന് പറഞ്ഞാൽ പരന്മാരെ തപിപ്പിക്കുന്നവനെ, ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാൻ മഹാവിഷ്ണു, ഞങ്ങളെ രക്ഷിക്കണം. ആ രാവണനെ വധിക്കുക തന്നെ വേണം. വധായ ദേവശത്രൂണാം നൃണാം ലോകേ മനഃകുരു ഏവം സ്തുതസ്തു ദേവേശോ വിഷ്ണുസ്ത്രിദശപുങ്കവ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. പിതാമഹ പുരോഗാംസ്താൻ സർവലോക നമസ്കൃത അബ്രവീത് ത്രിദശാൻ സർവാൻ സമേതാൻ ധർമ്മസംഹിതാൻ. അപ്പോൾ ഇവരാവശ്യപ്പെടുകയാണ്, വധായ ദേവശത്രൂണാം നൃണാം ലോകേ മനഃകുരു, ദേവന്മാരുടെ ശത്രുവിനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട്, ദേവശത്രൂണാം വധായ നൃണാം ലോകേ മനഃകുരു, ദേവന്മാരുടെ ശത്രുവിനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് നരലോകത്തിലേക്ക് വരാൻ അങ്ങ് തീരുമാനിക്കൂ. മനഃകുരു എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഭൂമിയിലേക്ക് വന്ന് അവതരിക്കാൻ തീരുമാനമെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ളതായ പ്രാർത്ഥന. ഏവം സ്തുതസ്തു ദേവേശോ വിഷ്ണുസ്ത്രിദശപുങ്കവ. ഏവം ഇപ്രകാരമൊക്കെ എല്ലാ ദേവന്മാരാലും സിദ്ധന്മാരാലും ഗന്ധർവന്മാരാലുമൊക്കെ സ്തുതിക്കപ്പെട്ടവനായിട്ടുള്ള ത്രിദശപുങ്കവനായിട്ടുള്ള ദേവേശനായിട്ടുള്ള വിഷ്ണു, ദേവന്മാരുടെയൊക്കെ ദേവൻ, ത്രിദശ പുങ്കവൻ, പുങ്കവൻ ശ്രേഷ്ഠവാചിയാണ്. ദേവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള, ദേവന്മാരുടെ ഈശനായിട്ടുള്ള അങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണു എന്താ ചെയ്തത്? അബ്രവീത് പറയാണ്. അവിടെ ദേവന്മാർ മാത്രമല്ല ഉണ്ടായത്, പിതാമഹ പുരോഗാംസ്താൻ സർവാൻ സമേതാൻ ധർമ്മസംഹിതാൻ ത്രിദശാൻ സർവലോക നമസ്കൃത വിഷ്ണു അബ്രവീത്. അതാണ് പിതാമഹൻ മുതലായിട്ടുള്ള ദേവന്മാരോട് എല്ലാവരോടുമായിട്ട്. ധർമ്മസംഹിതാൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനു വേണ്ടിയിട്ട്, ഒരു ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നവരായിട്ടുള്ള, അതാണ് ധർമ്മസംഹിതാൻ സമേതാൻ സർവാൻ ത്രിദശാൻ പിതാമഹ പുരോഗാൻ ത്രിദശാൻ. ബ്രഹ്മാവ് മുതലായിട്ടുള്ള എല്ലാ ദേവന്മാരോടുമായിട്ട് എല്ലാവരാലും നമസ്കരിക്കപ്പെട്ടവനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഇപ്രകാരം അരുളി ചെയ്തു. എന്താണ് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. ത്വാം നിയോക്ഷ്യാമഹേ വിഷ്ണോ ലോകാനാം ഹിതകാമ്യയാ രാജ്ഞോ ദശരഥസ്യ ത്വമയോധ്യാധിപതേ വിഭോ ധർമ്മജ്ഞസ്യ വദന്യസ്യ മഹർഷി സമതേജസ അസ്യ ഭാര്യാ സുതിസൃഷു ശ്രീകീർത്യുപമാസു ച വിഷ്ണോ പുത്രത്വമാഗച്ഛ കൃത്വാത്മാനം ചതുർവിധം തത്ര ത്വം മാനുഷോ ഭൂത്വാ പ്രവൃദ്ധം ലോകകണ്ടകം അവധ്യം ദൈവതൈർവിഷ്ണോ സമരേ ജഹി രാവണം സഹി ദേവാൻ സഗന്ധർവാൻ സിദ്ധാംശ്ച ഋഷിസത്തമാൻ രാക്ഷസോ രാവണോ മൂർഖോ വീര്യോദ്രേകേണ ബാധതേ ഋഷയശ്ച തതസ്തേന ഗന്ധർവാപ്സരസസ്തഥാ ക്രീഡന്തോ നന്ദനവനേ രൗദ്രേണ വിനിപാതിതാ വധാർത്ഥം വയമായാതാസ്തസ്യ വൈ മുനിഭിः സഹ സിദ്ധഗന്ധർവയക്ഷാശ്ച തതസ്ത്വാം ശരണം ഗതാഃ ത്വം ഗതിഃ പരമാ ദേവ സർവേഷാം നഃ പരന്തപ വധായ ദേവശത്രൂണാം നൃണാം ലോകേ മനഃകുരു ഏവം സ്തുതസ്തു ദേവേശോ വിഷ്ണുസ്ത്രിദശപുങ്കവ പിതാമഹ പുരോഗാംസ്താൻ സർവലോക നമസ്കൃത അബ്രവീത് ത്രിദശാൻ സർവാൻ സമേതാൻ ധർമ്മസംഹിതാൻ. ഭഗവാൻ പറയണ വാക്കുകൾ എന്താണെന്നുള്ളത് അടുത്ത ദിവസം കേൾക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.